നെയ്ക്കിൻ്റെ ഒറ്റ ആഡ് കണ്ടതിന് ശേഷം നിങ്ങൾ നെയ്ക്കിൻ്റെ ഷൂ വാങ്ങാൻ വേണ്ടി പോവുക. ഇത് തന്നെയായിരുന്നു ഞാനടക്കമുള്ള പല ആൾക്കാരും ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ആക്കിയതിന് ശേഷം നമ്മൾ നോക്കും എത്ര ഫോളോവേഴ്സ് വന്ന്, എത്ര സെയിൽസ് കിട്ടി. പക്ഷേ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. ആൻഡ് റീസെൻ്റ്ലിയാണ് ഞാൻ ആ സാധനം പഠിച്ചത്. ദർ ഈസ് സംതിങ് കോൾ 7-11-4. ഗൂഗിൾ പറയുന്നത് നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങളെ ബ്രാൻഡിൽ ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ആളുകളത് 7 മണിക്കൂർ നിങ്ങളെ കോണ്ടൻറ്റ് വാച്ച് ചെയ്യണം, 11 ടച്ച് പോയിൻറ്റ്സ് ഉണ്ടാവണം, 4 പ്ലാറ്റ്ഫോംസ് അക്രോസ് 4 പ്ലാറ്റ്ഫോംസിൽ കാണണം. നിൽക്കുന്നുള്ള ബ്രാൻഡിന് ട്രസ്റ്റ് ഉണ്ടായത് അവരെ ഒരു ആഡ് കൊണ്ട് ഒരു വീഡിയോ കൊണ്ടല്ല, റിപ്പീറ്റഡ് ആയിട്ട് അത് പല പ്ലാറ്റ്ഫോമുകളായിട്ട് ബിൽ ബോർഡിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ പല സ്ഥലങ്ങളിലായിട്ട് ഡിഫറെൻറ്റ് രീതിയിൽ കണ്ടപ്പോഴാണ് നമുക്ക് ആ ട്രസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇതുകൊണ്ട് തന്നെയാണ് നിഖിൽ കമ്മത്തിനെ പോലത്തെ ഫൗണ്ടേഴ്സ് ലോങ് ഫോം കോണ്ടന്റ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് നിതിൻ കമ്മത്ത് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എക്സിൽ. അതിൽ ആൾ പറയുന്നുണ്ട് അവരെ സെറോദക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വാച്ച് ഹവേഴ്സ് വന്നിട്ടുള്ളത് നിഖിൽ കമ്മത്തിൻ്റെ പോഡ്കാസ്റ്റിൽ നിന്നാണ്. അത് ഡയറക്റ്റ്ലി സെയിൽസ് ആണെന്ന് ഫീൽ ചെയ്യില്ല, അത് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ ട്രസ്റ്റാണ് സെയിൽസ് ഉണ്ടാക്കുന്നതും ബിസിനസ് ഗ്രോ ചെയ്യിപ്പിക്കുന്നതും. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഡോക്യുമെൻ്റ് ചെയ്യുക, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടുള്ളത്. കോണ്ടന്റ് ഡസൻ ബിൽഡ് ഫോളോവേഴ്സ്, കോണ്ടന്റ് ബിൽഡ് ട്രസ്റ്റ്. ട്രസ്റ്റാണ് നമ്മളെ ബിസിനസ് വളർത്തുന്നത്.